ഇന്ന് എൻ്റെ വീട്ടിലേക്ക് അമ്മയും നാത്തൂനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തിരക്കിലാണ് ഞാൻ, കുക്കിങ്ങിലാണ്. അപ്പം ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഫൈനൽ അവിടെ എത്തിട്ടോ. ലുച്ചൂട്ടാ, ആരാ വന്നേ? ലുക്കാ, വരൂ പീലി. ഹായ് പീലി. ഹായ് ഹായ് പീലി. വെയിലാണ്. ഓക്കെ ഓക്കെ, ഭയങ്കര സന്തോഷത്തിലാണ്. ലൂക്ക, ആരാടാ വന്നേ? ലൂക്ക, ആരാ വന്ന്? നമസ്കാരം. ലാലേട്ടൻ നമസ്കാരം. ഓക്കെ ഓക്കെ, യെസ്, വരൂ, കമോൺ. പാറു, അതന്നെ ഇത് മനസ്സിലിട്ട് ആക്കി അറിയൂല. വരൂ 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 വരൂ. കൂടാ വിട്ടോ ആടോ? ഇങ്ങോട്ട് വാ. മാമ അച്ഛനോട് ചോദിച്ചോ? കൂടാൻ ചോദിച്ചോ? എങ്ങനെ നോക്ക് ലൂക്ക കളിക്കുന്നത്. ആഹാ, കാലിലൊക്കെ മൈലാഞ്ചിട്ടുണ്ടല്ലോ. കയ്യിൽ കവറൊക്കെ വായി സോനേച്ചി വന്നിട്ടുണ്ട്. രമേശില്ല. വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കുറച്ച് കുശലം പറയാണ് കേട്ടോ. അതിനുശേഷം മക്കൾസ് കളി തുടങ്ങി. ജങ്ക കളിക്കുന്നുണ്ട്. പാറക്കുട്ടി ഏതാണ്ടൊക്കെ അമ്മനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നെ പറ്റിയൊക്കെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. എനിക്കിപ്പോൾ എന്താ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. സോ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫുഡൊക്കെ സൂപ്പറായി. എന്ത് കറിയെന്ന് ഇഷ്ടപ്പെട്ടെ? മീൻകറി ഏറ്റവും ഇഷ്ടമായി. മീൻകറി ഉണ്ടായിരുന്നു ഇന്നലത്തെ. ഇത് മീൻകറി എന്ത് മീനെന്ന് പറഞ്ഞ സ്രാവിൻ്റെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫിനിഷ് ചെയ്തിട്ടോ. അപ്പോൾ അമ്മയും ഞാനും കഴിച്ചു. ഞങ്ങൾ മൂന്നാളും. ബാക്കി എല്ലാവരും എണീച്ച് പോയിട്ടോ. ഓക്കെ, ഇനി നമുക്കൊരു പരിപാടി ഉണ്ട്. ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പോവുകയാണ് കേട്ടോ. എവിടേക്കാണ് പാർക്കുട്ടി പോകുന്നത്? ബീച്ചിലേക്ക് പോവാണ്. എല്ലാവരും ഉണ്ട്. നല്ല തലവേദനയുണ്ട് കേട്ടോ. എന്നാലും ബീച്ചിലേക്ക് പോകുന്നതും കൊണ്ട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. എന്താ കഴിക്കുന്നത്? അത് എൻ്റെതാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്നതാണ് അല്ലേ? എന്നിട്ട് നീ കഴിക്കുക. ഞാൻ എൻ്റെത് അവിടെ എടുത്ത് വെച്ച് എന്നിട്ട് എൻ്റെതും എടുത്ത് ഇവള് കഴിക്കുക. എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് നിന്റെ നീ കഴിച്ചിട്ട് എൻ്റെ എടുക്കുകയാണോ വേണ്ടത്? ഇത് ശരിയുണ്ടോ? അപ്പം എൻ്റെ ലൈസ് ആള് കഴിക്കാണ്. വെരി ഗുഡ്. നല്ല ഷെയറിങ് ഈസ് പീലി ഗുഡ് ഗേൾ ആണ്. പീലി എന്റെ തുണിയൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്, ആറിയിട്ട തുണികളൊക്കെ. ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടോ. ബീച്ചിലെത്തി കഴിഞ്ഞപ്പോൾ മക്കളിന് ഭയങ്കര സന്തോഷമോ. വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അവിടെ നമ്മളവിടേക്കല്ലേ പോകുന്നത്, പിന്നെ എന്തിനാ സ്പീഡ് പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, തുള്ളിച്ചാടലും കളിയും ചിരിയായിട്ട്. അങ്ങനെ നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇവർ അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. പണ്ട് എൻ്റെ അച്ഛൻ ഈ വെള്ളത്തിൻ്റെ അടുത്ത് കൂടെ പോയാൽ മതി, അപ്പേക്ക് വന്ന ഒരൊറ്റ തല്ലായിരുന്നു. ഇവർക്കാണെങ്കിൽ ഒരു പേടിയില്ല. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർക്കൊരു പേടിയില്ല. ഞാൻ വിചാരിക്കും ചില മക്കളൊക്കെ അങ്ങോട്ട് പോകും. അവർ പേരൻസിനൊരു പേടിയില്ലേന്ന്. പേരൻസ് ശ്രദ്ധിക്കുന്നുണ്ടാവും, എന്നാലും ഇത് കാണുമ്പോൾ ഭയങ്കര പേടി കേട്ടോ. ചില മക്കൾ അങ്ങോട്ട് പോകുന്ന കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. ശ്രദ്ധിക്കുന്നുണ്ടേ കൂടി നമുക്ക് പേടിയാണ് കേട്ടോ. ഒരു നിമിഷം മതിയല്ലോ എന്തെങ്കിലും സംഭവിക്കാൻ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് അതുപോലെ വീഡിയോസ് എടുത്ത് ഭയങ്കര ഫുൾ വൈബായിട്ടോ. എത്ര വെയിലുണ്ടെങ്കിലും അത് കൊള്ളുമ്പോൾ നമുക്കൊന്നും അറിയുന്നത് പോലുമില്ല. നല്ല അടിപൊളി കാറ്റുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ. എന്തായാലും ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്കൊന്നും വാങ്ങാൻ അമ്മ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നല്ല കോളിഫ്ലവറും അതുപോലെ കടുക്ക ഫ്രൈ, ഗ്രീൻ പീസൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സെക്കൻഡ് ട്രിപ്പൊക്കെ വാങ്ങി കൊടുത്തതിന് ശേഷം പറഞ്ഞു നമ്മൾ കുറച്ച് സമയം കൂടി, ഒരു 10 മിനിറ്റ് കൂടി ബീച്ചിലിരുന്നിട്ട് പോകാം പ്ലീസ് എന്ന്. അങ്ങനെ 10 മിനിറ്റ് കൂടി നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ അവരെ കഴുകുകയാണ്. അവരെ ചെരുപ്പിലൊക്കെ കാലിലൊക്കെ മണ്ണതിന് ശേഷം കഴുകുകയാണ്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പോയിട്ടോ. പോകുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. സമയം പോകുന്നത് അറിയുന്നേ ഇല്ലായിരുന്നു. നല്ലൊരു വൈബായിരുന്നു.
പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഒരു കൂൾ ബാർ കയറി നല്ല അടിപൊളി ജ്യൂസ്, മാംഗോ ഷേക്ക്, അതുപോലെ കുട്ടികൾക്ക് ഐസ്ക്രീം ആയിരുന്നു വേണ്ടത്. അവരൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ വയറ് ഫുള്ളായിട്ടോ, നന്നായിട്ട് വയറ് ഫുള്ളായി. അമ്മ ദാ പാറക്കുട്ടിക്ക് വാരി കൊടുക്കുന്നു, പാറക്കുട്ടി ദാ അമ്മയ്ക്ക് വാരി കൊടുക്കുന്നു. ഓരോന്നിന് ടേസ്റ്റ് ഫ്ലേവർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വീടെത്തി കഴിഞ്ഞപ്പോൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല മന്തി നല്ല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാലങ്കളും ഉണ്ട് കേട്ടോ, കുട്ടികൾ ലാലങ്കൾ എന്നാണ് വിളിക്കുക. അങ്ങനെ നമ്മളെല്ലാവരും കൂടി മന്തിയൊക്കെ കഴിച്ച് അത് ഫിനിഷാക്കി കേട്ടോ. എന്തായാലും ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു. വീട്ടിലെല്ലാവരും കൂടി ഉണ്ടായപ്പോൾ എല്ലാവരും ഉള്ള സമയത്ത് ഒരു വൈബാണല്ലോ.